നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. കാരണം ഒരു വർഷം കൂടി കഴിയുമ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ഈ ഭരണസമിതിയെ സംബന്ധിച്ച് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഊന്നൽ കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ച പ്രകാരം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പ്രകാരം എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ ചെയ്യേണ്ടത് അത് ഗ്രാമസഭകളിലൂടെ ഈ പ്രദേശത്തിന്റെ ആവശ്യമനുസരിച്ച് അറിഞ്ഞുകൊണ്ട് വിവിധ കമ്മിറ്റികളിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് സമഗ്രമായ വികസനം മുൻനിർത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഏകദേശം 11 കോടി രൂപയോളം ചിലവഴിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു കരട് വികസന രേഖ തയ്യാറാക്കി നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ എത്തിച്ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് 2 കിലോ സംഖ്യയാണ് കൃത്യമായി ചെലവഴിക്കാൻ സാധിച്ചത്. ബാക്കി മാർച്ച് 30-ാം തീയതിയാണ് നമുക്ക് ഫണ്ട് കിട്ടിയത്. അത് ട്രഷറിയിലുള്ള നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് പലതും സ്പിൽ ഓവർ ക്യാരി ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നു. ഈ വർഷവും സ്ഥിതി അത് തന്നെയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ചെലവഴിച്ച സംഖ്യ തന്നെയാണ് ഇത്തവണയും നമ്മൾ കണക്കിൽ കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ആകെ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഫണ്ട് 10,34,00,000 രൂപയാണ്. ആ 10,34,00,000 രൂപയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലഭ്യമായത് 6,30,00,000 രൂപ മാത്രമാണ്. ബാക്കി സംഖ്യ നമുക്ക് ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് മാറ്റിവെക്കപ്പെടേണ്ടതായിട്ട് വന്നു. ദുരിതാശ്വാസ നിധിയിലേക്ക് പഴയന്നൂർ ഫാർമേഴ്സ് സൊസൈറ്റി സഹകരണ ബാങ്ക് സംഭാവനയായി നൽകിയ ഫണ്ട് ദീപ എസ് നായർ ഏറ്റുവാങ്ങി. ബ്ലോക്ക് മെമ്പർമാരായ ലതാ സാനു, ഗീത രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് രമ്യ വിനീത്, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സൗഭാഗ്യവതി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ, വാർഡ് മെമ്പർമാരും അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീജിത്ത്, ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിൽ എ ഗ്രേഡ് നേടിയ കെ എസ് ഹരികൃഷ്ണൻ, ചമ്പു പ്രഭാഷണത്തിൽ ദേവിക വി ദേവ്, ഓട്ടംതുള്ളലിൽ എ ഗ്രേഡ് നേടിയ എം അഭിനന്ദ്, ഇൻഡോ നേപ്പാൾ മിനി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡൻ മെഡൽ നേടിയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ അംഗം പി വി ആദിത്യൻ, സംസ്ഥാന തലത്തിൽ ഗണിതോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കെ എ സിയാദ്, സംസ്ഥാന തലത്തിൽ ശാസ്ത്രമേളയിൽ എ ഗ്രേഡ് നേടിയ ഷാലിഹ ഫാത്തിമ എന്നിവരെയും പരിപാടിയിൽ വെച്ച് അനുമോദിച്ചു. പഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വികസനമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ ആകെ നേട്ടമാണ്. ഇന്നിപ്പോ നമ്മുടെ പ്രസിഡന്റ് അഭിമാനത്തോടു കൂടി ചില കാര്യങ്ങളോട് പറഞ്ഞു. അത് 1995 ശേഷം ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ നമ്മുടെ പഞ്ചായത്ത് കൈവരിച്ച നേട്ടമാണ്. ഈ കാണുന്ന ആസ്തികൾ, സ്വയം വരുമാനം ആർജിക്കാനുള്ള വരുമാനങ്ങൾ, തനത് ഫണ്ട്, ഇതിനൊക്കെ നമ്മൾ നടത്തിയ കൂട്ടായ പരിശ്രമത്തിലൂടെ നേടിയെടുത്തത്. അതുപോലെ തന്നെയാണ് പഞ്ചായത്തിന്റെ തനത് വരുമാനം കണ്ടെത്താൻ നാടിന്റെ വികസനത്തിന്, ജനങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതികളാണ് പ്രാദേശിക സർക്കാർ എന്ന നിലയിൽ ഈ പഞ്ചായത്തിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. പദ്ധതി രൂപീകരണത്തിൽ എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ പൂർണ്ണമായും ഈ വികസന പ്രവർത്തനങ്ങളെ സഹകരിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പു നൽകിക്കൊണ്ട് CCV ന്യൂസ് പഴയന്നൂർ.